ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ പാൽ പൊറോട്ടയാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാല്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് മല്ലിയില, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു അരമുറി സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലും മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ആ ഒരു മണവും പിന്നെ ആ ചൊവയൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2 ഏലക്ക പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചില്ലി ഫ്ലേക്സും മല്ലിയിലയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് പാനിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പേ നന്നായിട്ട് ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 സൈഡും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.